IAS 40 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. സോ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ റെൻറ്റിന് കൊടുത്തിട്ട്, അതായത് ആ ഒരു അസറ്റ് റെൻറ്റിന് കൊടുത്തിട്ട് അതിൽ നിന്ന് റെൻ്റൽ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭാവിയിൽ നല്ലൊരു വില കിട്ടുമ്പോൾ, അതായത് നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അസറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അസറ്റ് എന്തല്ല? ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളത് ഓർക്കുക. സോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിക്ക് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഹെൽഡ് ഫോർ ഫ്യൂച്ചർ റീസെയിൽ. അതായത് നമ്മളൊരു അസറ്റ് വാങ്ങി വെച്ചു, ഭാവിയിൽ ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ അസറ്റ് വിൽക്കും. അതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ, ലാൻഡ് ഹെൽഡ് ഫോർ ഫ്യൂച്ചർ റീസെയിൽ. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിൽഡിംഗ് ഈസ് എംപ്റ്റി നൗ ബട്ട് വിൽ ബി റെൻറ്റഡ് ഔട്ട്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബിൽഡിങ്, ഓക്കെ, ഇപ്പോൾ ഈ ബിൽഡിങ് എന്താണ്? വേക്കൻ്റ് ആണ്, അവിടെ ഒന്നും നടക്കുന്നില്ല, നമ്മൾ റെൻറ്റിനോ കാര്യങ്ങൾക്കോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഭാവിയിൽ എന്ത് ചെയ്യും? നമ്മളിത് റെൻറ്റിന് കൊടുക്കും. സോ അങ്ങനെയുള്ള ബിൽഡിംഗ്, അതും എന്താണ്? നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ ആണെന്ന് പറയാൻ വേണ്ടി പറ്റി. ആൻഡ് തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് കെപ്റ്റ് ഫോർ ഫ്യൂച്ചർ യൂസ്. അതായത് ഇതുവരെയും എന്ത് ചെയ്തില്ല, ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു, അത് എങ്ങനെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അത് ബിസിനസ്സിൻ്റെ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ അത് ഭാവിയിൽ വിൽക്കുമോ, അങ്ങനെ ഒന്നും തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് വച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അസറ്റ് ഓൾസോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി അണ്ടർ കൺസ്ട്രക്ഷൻ ഫോർ ഫ്യൂച്ചർ റെൻ്റ് ഓർ സേ. അതായത് ഭാവിയിൽ ഞാൻ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് ഇപ്പോൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ, കൺസ്ട്രക്ഷൻ നടക്കുന്നതേ ഉള്ളൂ, പക്ഷെ ഭാവിയിൽ റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭാവിയിൽ നല്ലൊരു വില കിട്ടുന്ന സമയത്ത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ അസറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ആ കൺസ്ട്രക്ഷനിലിരിക്കുന്ന പ്രോപ്പർട്ടി അതും എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾസ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രാ ഗ്രൂപ്പ് റെൻ്റൽസ് ആണ്. അതായത് എയും ബിയും എന്ന് പറഞ്ഞ രണ്ട് കമ്പനി ഉണ്ട്. ഈ എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനീനെ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവരെന്തായിരിക്കും? അസ് എ ഗ്രൂപ്പായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്, അല്ലേ? ഇവരൊരു ഗ്രൂപ്പായിട്ടായിരിക്കും പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്, എയും ബിയും എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, സോ ആസ് എ ഗ്രൂപ്പായിട്ട് ഇവർ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്കും ബിക്കും വേണ്ടിയിട്ട്, ഇവരുടെ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും, ഇല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് രണ്ട് കമ്പനീസിൻ്റെയും ഗ്രൂപ്പായിട്ടുള്ള പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഐറ്റം IAS 16 ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് എക്സാമ്പിൾ, എ എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തു? ബി എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു ബിൽഡിംഗ് എന്ത് ചെയ്തു? റെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇവരിപ്പോൾ ആസ് എ ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവർ ഒന്നാണെന്ന് ചിന്തിക്കുക. ഓക്കെ, സോ എ ബി എന്ന് പറയുന്ന കമ്പനി എ ബിക്ക് തന്നെ എന്ത് ചെയ്തു? അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. സോ അതുകൊണ്ട് ഇത് IAS 16 ആയിട്ടാണ് കാണുന്നത്. ഇനി നമ്മൾ എ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എയുടെ മാത്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എ എന്ത് ചെയ്തിരിക്കുന്നു? ബിക്ക് ബിൽഡിങ് റെൻറ്റിന് കൊടുത്തിരിക്കുന്നു. സോ എയിനെ സംബന്ധിച്ച് ഇതെന്താണ്? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ്. സോ അത് IAS 40 ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, കൺസോളിഡേറ്റഡ് FS വരുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് പെർഫോം ചെയ്യുന്നത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് IAS 16 PP ആയിട്ട് കാണിക്കുന്നത്. ബട്ട് എയുടെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റിൽ അതെങ്ങനെയായിരിക്കും കാണിക്കുന്നത്? IAS 40 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും കാണിക്കുന്നത്. അടുത്തത് റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ആണ്. അതായത്
ഒരു അസറ്റ് PP ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് പ്രോബബിൾ ആയിരിക്കണം. നമുക്ക് ഭാവിയിൽ എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കോസ്റ്റ് ക്യാൻ ബി മെഷർഡ് റിലയബിളി. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുടെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? റിലയബിളി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഈ 2 ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നമുക്ക് IAS 40 ആയിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആൻഡ് അടുത്തത് എന്ന് പറയുന്നത് ഇനിഷ്യൽ മെഷർമെൻ്റ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഇനിഷ്യലി മെഷർ ചെയ്യുന്നത് കോസ്റ്റിലാണ്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്ന പർച്ചേസ് പ്രൈസും ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റുകളുണ്ടെങ്കിൽ അതും, അതായത് ആ അസറ്റുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ്ലി വരുന്ന കോസ്റ്റുകൾ. സോ അതാണ് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതും പ്ലസ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, അതായത് നമുക്ക് ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രോക്കറേജ് ഫീസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. സോ അതാണ് ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ്. സോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഓൾസോ എന്ത് ചെയ്യുക? കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ കാണിക്കുക. സോ ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കോസ്റ്റിലാണ് മെഷർ ചെയ്യുന്നത്. ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? പർച്ചേസ് പ്രൈസ്, ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇനിഷ്യലി മെഷർമെൻറ്റിൽ കാണിക്കും. ആൻഡ് അടുത്തത് എക്സ്പെൻഡിച്ചർ ആഫ്റ്റർ ഇനിഷ്യൽ റെക്കഗ്നിഷൻ. നമ്മൾ നമ്മുടെ അസറ്റിനെ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീനെ കോസ്റ്റിലൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുടെ മുകളിൽ എക്സ്പെൻഡിച്ചർ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും എന്നാണ് അടുത്ത് നോക്കുന്നത്. സോ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുടെ മുകളിൽ ഡേ ടു ഡേ ആയിട്ട് വരുന്ന എക്സ്പെൻസസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിൽഡിങ് നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലീൻ ചെയ്യും. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യും അല്ലേ? സോ ആ ക്ലീനിങ് എക്സ്പെൻസ്, അതുപോലെ തന്നെ മൈനർ റിപ്പയേഴ്സും കാര്യങ്ങളും, അങ്ങനെ ഡേ ടു ഡേ വരുന്ന എക്സ്പെൻസ് നമ്മൾ എന്താണ്? എക്സ്പെൻസ് ആയിട്ട് SOPLലായിരിക്കും കാണിക്കുന്നത്. ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് മേജർ പാർട്ട്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ ഒരു മേജർ പാർട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. ആൻഡ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് IAS 16 എങ്ങനെയാണോ നമ്മൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തിരുന്നത് അതേ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ. ആൻഡ് അടുത്തത് എന്ന് പറയുന്നത് സബ്സീക്വൻറ്റ് മെഷർമെൻ്റ് ആണ്. അതായത് നമ്മുടെ ഇയർ എൻഡിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് 2 മെത്തേഡ്സ് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നെന്ന് പറയുന്നത് കോസ്റ്റ് മോഡലും, രണ്ടാമത്തേത് ഫെയർ വാല്യൂ മോഡലും. സോ കോസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ അസറ്റിൻ്റെ, അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുടെ കോസ്റ്റിന് എന്ത് ചെയ്യുക? ആ ഇയറിൽ വന്ന ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ട്, ആ ഒരു എമൗണ്ടിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി റെക്കോർഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പർച്ചേസ് ചെയ്തത് 5,000 ആയിരുന്നു കോസ്റ്റ് എന്ന് വിചാരിക്കുക. 5,000 കോസ്റ്റ്, നമുക്ക് ഈ ഇയറിന് ഡിപ്രീസിയേഷൻ ഒരു 500 വന്നു എന്ന് വിചാരിക്കുക. സോ ഈ 5,000 400 കുറയ്ക്കുമ്പോൾ 500 കുറയ്ക്കുമ്പോൾ $4,500 എന്ത് കിട്ടും? നമുക്ക് ക്യാരിയിങ് വാല്യൂ ആയിട്ട് കിട്ടും. സോ ഇയർ എൻഡിൽ നമ്മൾ ഈ 4,500 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി SOFPയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ അതാണ് കോസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ കോസ്റ്റ് മോഡലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുടെ സബ്സീക്വൻറ്റ് മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നതെങ്കിലും നമ്മുടെ ഫെയർ വാല്യൂ, മാർക്കറ്റിൽ നമ്മുടെ ഈ അസറ്റിന് എത്ര രൂപ വാല്യൂ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ നോട്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ആൻഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫെയർ വാല്യൂ മോഡലാണ്. അതായത് നമ്മൾ എല്ലാ വർഷവും നമ്മുടെ എല്ലാ ഇയർ എൻഡ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മാർക്കറ്റിൽ നമ്മളെ കറൻ്റ്ലി ഇരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിക്ക് എത്ര രൂപ വാല്യൂ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ഓരോ വർഷ അവസാനവും നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ റീവാല്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ റീവാല്യൂ എവറി ഇയർ ടു ഫെയർ വാല്യൂ. ആൻഡ് ഈ റീവാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ ഒരു ഗെയിൻ അല്ലെങ്കിൽ ഒരു ലോസ് ഇൻകർ ആവും ഇല്ലേ? ഈ ഗെയിനും ലോസും നമ്മൾ എങ്ങോട്ട് കൊണ്ട് പോവും? നമ്മുടെ SOPL കാണിക്കും. ഓക്കെ.
ആൻഡ് ഫെയർ വാല്യൂ മോഡലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യില്ല. സോ ഇതാണ് സബ്സീക്വൻറ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു 3 ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാം. അതായത് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമുക്കൊരു 3 കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ കൺഫ്യൂഷൻസിനെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഒന്ന്, എന്താണ് ഈ ഫെയർ വാല്യൂ മോഡലും റീവാലുവേഷൻ മോഡലും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് നോക്കുന്നത്. കാരണം നമ്മളിവിടെ ഫെയർ വാല്യൂ മോഡലാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ മുന്നേ നമ്മൾ IAS 16 റീവാലുവേഷൻ മോഡൽ ഫോളോ ചെയ്ത സമയം റീവാലുവേഷൻ മോഡലിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഫെയർ വാല്യൂ മോഡലിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യില്ല എന്നും പറഞ്ഞു. അതെന്താണ് സംഭവം? സോ നമുക്ക് എന്താണ് ഫെയർ വാല്യൂ മോഡലെന്നും റീവാലുവേഷൻ മോഡലെന്നും നോക്കാം. രണ്ടും നമ്മളെ മാർക്കറ്റിൽ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ള നോക്കുന്നത് തന്നെയാണ് പരിപാടി. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ വാല്യൂ മോഡലിൽ നമ്മൾ എല്ലാ വർഷവും എന്ത് ചെയ്യും, നമ്മുടെ മാർക്കറ്റിൽ എത്ര രൂപ ഈ അസറ്റിന് വാല്യൂ ഉണ്ടെന്ന് നോക്കും. ഓക്കെ, സോ അതിനകത്ത് നമ്മുടെ ഇരിക്കുന്ന അസറ്റിൻ്റെ വാല്യൂവിനുണ്ടായ ഡിക്രീസ്, അതായത് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു 5000 രൂപ കോസ്റ്റ് ഇൻകറായി നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങി. ഓക്കെ, ഈ ഒരു അസറ്റ് വാങ്ങി. ഈ ഒരു അസറ്റിന് എന്തായാലും എന്തായിരിക്കും, വിയർ ആൻഡ് ടയർ കാരണം ഒരു വാല്യൂലൊക്കെയുള്ള ഡിക്രീസ് ഉണ്ടായിരിക്കും. ആ ഒരു ഡിക്രീസും പോയിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരു $6000 ആണ് നമ്മുടെ അസറ്റ് ഇപ്പോൾ ഈ ഒരു അസറ്റിന് വാല്യൂ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഡിപ്രീസിയേഷൻ ഓൾറെഡി ഈ 6000 വന്നിട്ടുണ്ട്. ആ ഡിപ്രീസിയേഷനും കഴിഞ്ഞ് നമ്മുടെ അസറ്റിന് ഇപ്പോൾ 6000 രൂപ എന്തുണ്ട്, മാർക്കറ്റിൽ വാല്യൂ ഉണ്ട് എന്നാണ് ഫെയർ വാല്യൂ മോഡൽ പറയുന്നത്. പക്ഷെ റീവാലുവേഷൻ അങ്ങനെയല്ല. നമ്മളൊരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ടായിരിക്കും റീവാലുവേഷൻ നടത്തുന്നത്. അതായത് ഈ $5000 വാങ്ങിയ അസറ്റ് നമ്മൾ ഇനി റീവാല്യൂ ചെയ്യുന്നത്, അതായത് മാർക്കറ്റിൽ എത്ര വാല്യൂ ഉണ്ടെന്ന് നോക്കുന്നത് 5 years കഴിഞ്ഞാണെന്ന് വിചാരിക്കുക. ഓക്കെ, 5 വർഷം കഴിഞ്ഞാണ് ഇനി റീവാല്യൂ ചെയ്യുന്നത്. സോ അവിടുത്തെ വാല്യൂ എന്തല്ല, അപ് ടു ഡേറ്റ് അല്ല. സോ അതുകൊണ്ടാണ് റീവാലുവേഷൻ മോഡലിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ആൻഡ് ഫെയർ വാല്യൂ മോഡൽ എല്ലാ കൊല്ലവും നമ്മൾ മാർക്കറ്റ് വാല്യൂ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ റീവാലുവേഷൻ മോഡലിൽ എല്ലാ വർഷവും നമ്മൾ റീവാല്യൂ ചെയ്യുന്നില്ല. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റീവാല്യൂ ചെയ്യുന്നത്. സോ അതാണ് ഈ ഫെയർ വാല്യൂ മോഡലും റീവാലുവേഷൻ മോഡലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഫെയർ വാല്യൂ മോഡലിൽ ഡിപ്രീസിയേഷൻ എടുക്കാത്തതും റീവാലുവേഷൻ മോഡലിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതും. ഇനി ഈ റീവാലുവേഷൻ സമയത്ത് നമുക്കൊരു ഗെയിൻ ഉണ്ടായി. അതായത് ഇവിടെ 5000 6000, അതായത് $1000 എന്തായി, നമുക്കൊരു ഗെയിൻ ഇൻകറായി അല്ലേ. സോ PPയിൽ ഒരു ഗെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് നോർമലി OCI അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിൻ്റെ താഴെ റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത് IAS 16. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇവിടെ പറഞ്ഞു ഗെയിൻ ഓർ ലോസ് ഗോസ് ടു P&L അല്ലേ. ഗെയിനോ ലോസോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും, അതായത് ഇവിടുത്തെ $1000 ഗെയിന് SOPLിലേക്കാണ് പോകുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ഗെയിൻ, അതായത് IAS 40 ഗെയിൻ വരുമ്പോൾ SOPLിലേക്കും എന്നാൽ IAS 16 ഗെയിൻ വരുമ്പോൾ OCIയിലേക്കും പോകുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ PP എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ PP യൂസ് ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റിൽ വരുന്ന വാല്യൂ ചേഞ്ചസ് എന്തല്ല, നമ്മുടെ ബിസിനസ്സിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ല. ആ ഒരു അസറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റവന്യൂ ഏൺ ചെയ്യുന്നു എന്നേ ഉള്ളൂ അല്ലേ. ആ ഒരു അസറ്റ് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പർച്ചേസ് ചെയ്തത് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതായത് അതിൻ്റെ വാല്യൂവിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്തല്ല, മെയിൻ സോഴ്സ് ഓഫ് ഇൻകം, മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും.
നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പെർഫോമൻസിൻ്റെ ബേസിസിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലാതെ വാലുവേഷനിൽ വരുന്ന ചേഞ്ച് കാരണമല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗെയിന് OCIയിൽ കാണിക്കുന്നത്, നമുക്ക് റിയലൈസ്ഡ് ആവാത്ത ഗെയിൻ. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? റെൻ്റൽ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇവിടുത്തെ വാല്യൂ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഈ അസറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെയിൻ റിട്ടേൺ ആണ്, അല്ലേ? മെയിൻ റിട്ടേൺ ആണ് എന്തെന്ന് പറയുന്നത്? വാല്യുവേഷൻ ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഇതെന്താണ്? നമ്മുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു പാർട്ടാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ടാണ് ഫെയർ വാല്യൂ ഗെയിനും ലോസും എന്ത് ചെയ്യുന്നത്? SOPLലേക്ക് പോകുന്നത്. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, അതായത് നമ്മുടെ അസറ്റിൻ്റെ യൂസിൽ വരുന്ന ചേഞ്ച്. അതായത് നമ്മൾ ആദ്യം IAS 16 ആയിട്ട് യൂസ് ചെയ്തിരുന്ന അസറ്റിനെ പിന്നീട് IAS 14 ആയിട്ട് മാറ്റി. അതായത് നമ്മൾ PP ആയിട്ട് യൂസ് ചെയ്തിരുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് ചേഞ്ച് ചെയ്തു, ചേഞ്ച് ഇൻ യൂസ്. അല്ലെങ്കിൽ നേരെ തിരിച്ച് നമ്മൾ IAS 40 ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുവാണ്, IAS 16 ആക്കി മാറ്റി. സോ ഇങ്ങനെ നമ്മുടെ അസറ്റിൽ വരുന്ന യൂസിൽ വരുന്ന ചേഞ്ച്, അതാണ് നമ്മൾ ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി നടക്കുന്ന സമയത്ത് അവിടെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAS 16 ടു IAS 40, അതായത് നമ്മൾ PP ആയിട്ട് യൂസ് ചെയ്തിരുന്ന അസറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറ്റുകയാണ്. ഓക്കെ, നമ്മൾ ഈ IAS 60 നമ്മൾ PP ഫെയർ വാല്യൂ മോഡലിലാണ് സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ്, അതായത് ട്രാൻസ്ഫർ എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് നോക്കുക. ഇവിടെ IAS 16 നിന്നും IAS 14 സോ ഇവിടെ ഉള്ള ആളെ നോക്കുക. സോ ആദ്യം ഈ സൈഡിൽ എവിടെ നിന്നാണോ മാറ്റം വരുന്നത് ആ ഒരു റൂള് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് അപ്ലൈ IAS 60 റൂൾസ്, ദെൻ റീവാല്യൂ ടു ഫെയർ വാല്യൂ. നമ്മൾ ആദ്യം IAS 16 റൂൾസ് അപ്ലൈ ചെയ്യുക, ദെൻ ഫെയർ വാല്യൂലോട്ട് റീവാല്യൂ ചെയ്യുക. നമ്മൾ ഇവിടെ വരുന്ന, അതായത് IAS 16 40 മാറുന്ന സമയത്ത്, ഓക്കെ, അവിടെ വരുന്ന ഗെയിൻ ഓർ ലോസ് നമ്മൾ എവിടെ കാണിക്കും? OCIയിൽ കാണിക്കും. ഞാൻ പറഞ്ഞു IAS 16 റൂൾസാണ് എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഗെയിൻ OCIയിൽ കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഫെയർ വാല്യൂവിൽ നമ്മൾ IAS 40 ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഒമേഗ ലിമിറ്റഡ് ഓൺസ് എ ബിൽഡിംഗ് യൂസ് ദസ് ഇറ്റ് ഹെഡ് ഓഫീസ്. നമ്മുടെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, നമ്മളത് ഹെഡ് ഓഫീസായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഡീറ്റെയിൽസ് ഓൺ 1 October 2006, 2006 ഒക്ടോബർ 1 ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് 5,000, അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 1,200, റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 20 years ആണെന്നും പറയുന്നുണ്ട്. On 31st December 2006, the company moved to a new office and rented out the building. നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു പുതിയ ഓഫീസ് ബിൽഡിങ്ങിലോട്ട് എന്ത് ചെയ്തു? നമ്മുടെ കമ്പനി ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിരുന്ന ബിൽഡിംഗ് എന്ത് ചെയ്തു? റെൻറ്റിന് കൊടുക്കുകയാണ്. എന്ന് 31st December 2006. സോ ഇവിടെ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി നടന്നു കഴിഞ്ഞു. ദ ഫെയർ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി വാസ് 4,500. സോ 31st December നമ്മുടെ അസറ്റിൻ്റെ ഫെയർ വാല്യൂ, നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 4,500 ആണ്. എങ്കിൽ കാൽക്കുലേറ്റ് ദ ക്യാരിയിങ് എമൗണ്ട് അറ്റ് ട്രാൻസ്ഫർ ഡേ, അതായത് ട്രാൻസ്ഫർ ഡേറ്റ്, അതായത് 31st December 2006 ക്യാരിയിങ് എമൗണ്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആൻഡ് ഡിറ്റർമൈൻ ദ റീവാലുവേഷൻ ഗെയിൻ ഓർ ലോസ്. ഇവിടെ റീവാലുവേഷൻ ഗെയിൻ ആണോ ലോസ് ആണോ വരുന്നത് എന്ന് കണ്ടുപിടിക്കുക. ആൻഡ് എക്സ്പ്ലെയിൻ വെയർ ദി ഗെയിൻ ഈസ് റിക്കഗ്നൈസ്ഡ്. ആൻഡ് ആ ഗെയിന് എവിടെ കാണിക്കും എന്നുള്ള കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യനിലുള്ള ഡീറ്റെയിൽസ് ഞാൻ എടുത്തെഴുതിയിട്ടുണ്ട്. കോസ്റ്റ് 5,000, ഒക്ടോബർ 1 വരെയുള്ള അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ് 1,200 എന്ന് പറയുന്നത്. യൂസ്ഫുൾ ലൈഫ് 20 years ഉണ്ട്. ഫെയർ വാല്യൂ 4,500.
ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ക്യാരിയിങ് എമൗണ്ട് കണ്ടുപിടിക്കാം. സോ ക്യാരിയിങ് എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് മൈനസ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. നമുക്കിവിടെ ഒക്ടോബർ 1 വരെയുള്ള ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഒക്ടോബർ 1 വരെയുള്ളത് തന്നിട്ടുണ്ട്. നമ്മൾ 31 ഡിസംബറിലുള്ള ക്യാരിയിങ് വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഒക്ടോബർ ടു ഡിസംബർ വരെയുള്ള ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം. സോ 3 മാസത്തെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. സോ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ കോസ്റ്റ് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ചെയ്യുക. 5000 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 3 മന്ത്സിനുള്ളത് കണ്ടുപിടിച്ചാൽ മതി. സോ 3/12 ചെയ്യുമ്പോൾ 62.5 എന്ത് കിട്ടും? നമുക്ക് ആ 3 മാസത്തേക്ക് വരുന്ന ഡിപ്രീസിയേഷൻ കിട്ടും. അങ്ങനെ ടോട്ടൽ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഈ 1200ഉം ഈ 62.5ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 1262.5 എന്ത് കിട്ടും? അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കിട്ടും. ഇത് നമ്മൾ നമ്മുടെ കോസ്റ്റ് ആയിട്ടുള്ള 5000 നിന്ന് കുറയ്ക്കുമ്പോൾ ക്യാരിയിങ് വാല്യൂ 3737.5 എന്നുള്ളത് കിട്ടും. സോ നമ്മുടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് നമ്മൾ സോൾവ് ചെയ്തു. ആൻഡ് രണ്ടാമത്തത് എന്തായിരുന്നു? ഡിറ്റർമൈൻ ദ റീവാലുവേഷൻ ഗെയിൻ ഓർ ലോസ്. നമ്മൾ ആ ട്രാൻസ്ഫർ നടന്ന അന്നത്തെ ക്യാരിയിങ് വാല്യൂ കണ്ടുപിടിച്ചു. ഈ ക്യാരിയിങ് വാല്യൂവും ഫെയർ വാല്യൂവും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. സോ 4500ഉം 3737.5ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്യാരിയിങ് വാല്യൂവിനേക്കാൾ ഫെയർ വാല്യൂ കൂടുതലാണെന്നുള്ളത്. സോ എന്താണ് ഇവിടെ? റീവാലുവേഷൻ ഗെയിൻ ആണ് നടന്നത്. എത്ര രൂപയുടെ റീവാലുവേഷൻ ഗെയിൻ? $762.5 നമുക്ക് ഗെയിൻ ഉണ്ടായി. നമ്മൾ പറഞ്ഞു IAS 16 നിന്നും 40ലേക്കാണ് ട്രാൻസ്ഫർ ആവുന്നത്. സോ 16 റൂൾസ് വേണം അപ്ലൈ ചെയ്യാൻ. സോ ഈ ഗെയിൻ എവിടേക്കായിരിക്കും പോകുന്നത്? OCIയുടെ അണ്ടറിലായിരിക്കും പോകുന്നത്. അതാണ് നമ്മുടെ നെക്സ്റ്റ് പാർട്ട്. എക്സ്പ്ലെയിൻ വെയർ ദ ഗെയിൻ ഈസ് റെക്കഗ്നൈസ്ഡ്. ദിസ് ഗെയിൻ ഈസ് ട്രീറ്റഡ് ആസ് റീവാലുവേഷൻ ഗെയിൻ അണ്ടർ IAS 16 PPE recognized in OCI as revaluation surplus. നമുക്കിനി അടുത്ത കേസ് നോക്കാം. കേസ് 2. IAS 16 നിന്ന് IAS 40ലേക്കുള്ള ട്രാൻസ്ഫർ തന്നെയാണ്. പക്ഷെ നമ്മൾ IAS 16 കോസ്റ്റ് മോഡലാണ് ഫോളോ ചെയ്തിരുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ വേറൊരു കേസും കൂടെ പറയാം. IAS 14 നിന്നും നമ്മൾ IAS 16ലേക്കാണ് പോകുന്നത്. IAS 40 കോസ്റ്റ് മോഡലിലായിരുന്നു നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ രണ്ട് കേസും, ഈ കേസ് 2ഉം ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ കേസും, ഈ രണ്ട് കേസും നമ്മൾ ഒരേ രീതിക്കാണ് ട്രീറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് മോഡലാണെന്നുണ്ടെങ്കിൽ എന്താണോ നമ്മുടെ അസറ്റിൻ്റെ ക്യാരിയിങ് വാല്യൂ, ആ ക്യാരിയിങ് വാല്യൂലായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മൾ ട്രാൻസ്ഫർ നടത്തുന്നത്. അവിടെ ഗെയിനോ ലോസോ എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. നമ്മൾ SOPL സെപ്പറേറ്റ്ലി അഡീഷണലി ഒരു ഐറ്റവും കാണിക്കുന്നുണ്ടാവില്ല. സോ നോ ഗെയിൻ ഓർ ലോസ് അണ്ടർ കോസ്റ്റ് മോഡൽ. സോ നമ്മൾ എന്ത് ചെയ്യുക? ക്യാരിയിങ് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അടുത്ത കേസ് എന്ന് പറയുന്നത് IAS 40 നിന്നും IAS 16ലേക്കുള്ള ട്രാൻസ്ഫർ ആണ്. നമ്മൾ IAS 40 റെക്കോർഡ് ചെയ്തിരുന്നത് ഫെയർ വാല്യൂ മോഡലിലാണെന്ന് വിചാരിക്കുക. സോ ഞാൻ പറഞ്ഞു IAS 40 ടു IAS 16 ഏതിൽ നിന്നാണോ മാറ്റം വരുന്നത്, ഈ ആളുടെ റൂൾസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ റീവാല്യൂ അണ്ടർ IAS 40 ടു ഫെയർ വാല്യൂ ആൻഡ് ഗെയിൻ ഓർ ലോസ് ഗോസ് ടു P&L. IAS 40 പ്രകാരം ഗെയിനും ലോസും എവിടേക്കാണ് പോകുന്നത്? SOPLലേക്കാണ് പോകുന്നത്. ദെൻ ആ ഫെയർ വാല്യൂവിൽ എന്ത് ചെയ്യുക? നമ്മുടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക ആസ് PPE. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Delta Limited owns a building classified as investment property and applies the fair value model under IAS 40. നമ്മുടെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ് ആ ബിൽഡിങ്. നമ്മൾ ഫെയർ വാല്യൂ മോഡലിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺ 1st January 2005 ദ ബിൽഡിംഗ് ഹാഡ് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് 40 lakh. 40 lakh ക്യാരിയിങ് എമൗണ്ട് എന്നുണ്ടായിരുന്നു? January 1, 2005 ഉണ്ടായിരുന്നു. ഓൺ 30 September 2005 the company started using the building as its head office.
സോ നമ്മുടെ ഹെഡ് ഓഫീസായിട്ട് നമ്മളെ കമ്പനി എന്ത് ചെയ്തു, ബിൽഡിംഗ് യൂസ് ചെയ്യാൻ തുടങ്ങി. സോ എന്താണ് ഇവിടെ, നമ്മുടെ പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ നടന്നു എന്ന് 30 September 2005. ഓൺ ദാറ്റ് ഡേറ്റ് ദ ഫെയർ വാല്യൂ വാസ് 45 lakhs. സോ അന്ന് നമ്മുടെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 45 lakhs ആണ്. ദ ബിൽഡിംഗ് ഹാസ് എ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ഓഫ് 25 years. നമ്മുടെ ബിൽഡിങ്ങിന് 25 years റിമൈനിങ് യൂസ്ഫുൾ ലൈഫൊക്കെ ഉണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഗെയിൻ ടു ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് ഡിറ്റർമൈൻ ദ എമൗണ്ട് ട്രാൻസ്ഫർഡ് ടു IAS 16 ആസ് PPE, കാൽക്കുലേറ്റ് ആനുവൽ ഡിപ്രീസിയേഷൻ. സോ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തെഴുതി. September 30, 2005 നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ IAS 14 നിന്നും IAS 16 ട്രാൻസ്ഫർ ചെയ്തത്. ക്യാരിയിങ് വാല്യൂ 4000 ഉണ്ടായിരുന്നു. ഞാനിവിടെ 3 zeros കട്ട് ചെയ്തിട്ടാണ് എഴുതുന്നത് വാല്യൂസ്. സോ ക്യാരിയിങ് വാല്യൂ 4000, യൂസ്ഫുൾ ലൈഫ് 25 years. ഫെയർ വാല്യൂ, നമ്മുടെ ട്രാൻസ്ഫർ നടക്കുന്നതിൻ്റെ അന്നത്തെ ഫെയർ വാല്യൂ 4500 ആണെന്നും പറയുന്നു. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗെയിൻ, എത്ര രൂപയാണ് നമ്മൾ ഗെയിൻ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? അതായത് 4000 ക്യാരിയിങ് വാല്യൂ ഉണ്ടായിരുന്ന അസറ്റ് ഇന്ന് മാർക്കറ്റിൽ $4500 വാല്യൂ ഉണ്ട്. സോ നമ്മൾ ഈ 4000ഉം 4500ഉം ആണ് എന്ത് ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്. സോ 4500 മൈനസ് $4500 നമുക്ക് എന്ത് കിട്ടി, ഗെയിന് കിട്ടി. ഈ ഗെയിൻ എങ്ങോട്ട് പോവും, SOPLലേക്ക് പോവും. ആൻഡ് ഇൻ കേസ് ഇവിടെ എന്തുകൊണ്ട് ഡിപ്രീസിയേഷൻ എടുത്തില്ല ക്യാരിയിങ് വാല്യൂൻ്റെ ക്യാൽക്കുലേഷന് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഫെയർ വാല്യൂ മോഡലാണ് ഫോളോ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ ഫെയർ വാല്യൂ മോഡലിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യില്ല എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഡിപ്രീസിയേഷൻ എടുക്കാത്തത്. ഓക്കെ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ എമൗണ്ട് ട്രാൻസ്ഫർ ടു IAS 16 PPE. നമ്മൾ എത്ര രൂപയുടെ വാല്യൂലാണ് നമ്മൾ PPE ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. എത്രയാണോ ഇവിടുത്തെ ഫെയർ വാല്യൂ, ആ ഫെയർ വാല്യൂലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ PPE ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇനി IAS 16 PPE ആയിട്ട് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത എമൗണ്ട് 4500 ആണ്. ഇതെന്തെന്ന് പറഞ്ഞു പോകും, SOFPയിൽ നമ്മുടെ അസറ്റിൻ്റെ, നോൺ കറണ്ട് അസറ്റ്സിൻ്റെ താഴെ ഓഫീസ് ബിൽഡിംഗ് ആയിട്ട് പോകും. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ആനുവൽ ഡിപ്രീസിയേഷൻ. നമ്മൾ IAS 40 എന്ത് ചെയ്യില്ല, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യില്ല, കാരണം ഫെയർ വാല്യൂ മോഡലാണ് ഫോളോ ചെയ്തത് എന്ന് പറയുന്നു. നമ്മൾ 30 September മുതൽ ഡിസംബർ വരെ, നമ്മൾ ഡിസംബറിലെ കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു വർഷം, ഈ ഒരു ടൈം പീരീഡിലാണ് IAS 16 വരുന്നത്. സോ നമുക്ക് September 30 to December വരെയുള്ള ഡിപ്രീസിയേഷൻ ആണ് ചാർജ് ചെയ്യേണ്ടത്. 30 September മുതൽ December 30 വരെ 3 മാസമാണ്. 3 മാസത്തേക്കാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഏത് എമൗണ്ടിൻ്റെ മുകളിൽ, ഈ 4500ൻ്റെ മുകളിൽ. കാരണം ഓഫീസ് ബിൽഡിംഗ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന എമൗണ്ട് എത്രയാ, 4500. സോ 4500 ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് 25 ചെയ്യുക, ഇൻറ്റു 3 മാസത്തേക്ക് 3 divided by 12 ചെയ്യുമ്പോൾ $45 എന്ത് കിട്ടും, നമുക്ക് ഡിപ്രീസിയേഷനായി കിട്ടും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് IAS 40 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. ഇനി നിങ്ങൾക്ക് ഈ ഒരു IAS 40 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻസും ഡൗട്ടും കാര്യങ്ങളും ഓൾസോ കമൻറ്റിൽ എഴുതാൻ വേണ്ടി മറക്കരുത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ചെക്ക് ചെയ്താൽ മതി. നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഞാൻ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ പിൻഡ് കമൻ്റ് ആയിട്ട് കൊടുത്തിരിക്കാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.